Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോട്ടാ. Prayer. Dear God, thank you for bringing us together today. Help us to focus, learn, and treat each other with kindness and respect. Guide our thought and action so we can grow in knowledge and wisdom. Thank you. Signing. Good afternoon, everyone. Welcome to a great class for Aparna ma'am and my dear friends who are taking class today. Thank you. Thought for the day. Education is a natural process carried out by the child. Maria Montessori. Welcome all to our new session. In the last class, യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? Yes, ma'am. Normalization and deviation. പേജ് നമ്പർ 112. മിസ്സേ, ഒരു സാഡ് ന്യൂസ് ഉണ്ട്. എന്താണ്? നമ്മുടെ കൂടെ പഠിക്കുന്ന ഷംസിയുടെ ഉപ്പ ഇന്നലെ മരണപ്പെട്ടു. ഷംസിയുടെ അവള് കുറച്ചു ദിവസമായി ക്ലാസ്സിൽ കയറിയിട്ട് മിസ്സുമാരോട് പറഞ്ഞോളൂ ഇങ്ങനെ ഒരു കാരണം കൊണ്ട് ക്ലാസ്സിൽ കയറാത്തെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്നലെ രാത്രി ആള് മരിച്ചു. അസുഖമായിട്ടാണോ? ആൾക്ക് പെട്ടെന്ന് ഷുഗർ ഒക്കെ ലോ ആയിട്ട് ഇപ്പോ ഒരാഴ്ചത്തോളമായി ഹോസ്പിറ്റൽ ICUലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് വയ്യാതായതാ. ചങ്ങരംകുളത്തുള്ള ഷംസിയാണോ? പാലക്കാട് ഡിസ്ട്രിക്റ്റ്. നമ്മുടെ കൂടെ അന്നുണ്ടായി നമ്മുടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന്. ഒരു ഷംസില്ലേ നമുക്കുള്ളൂ, അറിയില്ല കേട്ടാ. അതോട് കണ്ടോളൻസ് പറയണോ കേട്ടോ. സോ നമ്മള് ക്ലാസ്സിലേക്ക് വരാം. പേജ് നമ്പർ 112 അല്ലേ? നോർമലൈസേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോർമലൈസേഷൻ. ഡീവിയേഷനിലേക്ക് മൂവ് ആയോ? Yes, ma'am. Any deviation എടുക്കണ്ട. എന്താണ് ഡീവിയേഷൻ അറിയാവോ? സാധാരണ നമ്മൾ ഡീവിയേഷൻ എന്നൊക്കെ പറയുന്ന വേർഡ്സ് സാധാരണയായിട്ട് ഫിസിക്സിലൊക്കെയാണ് കൂടുതലായിട്ട്. അതും ക്ലാസ്സസ് എടുത്തതല്ലേ? ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡും. എനിക്കത് ഓർമ്മ. ക്ലാസ്സസ് ഓഫ് ഡീവിയേഷൻ എടുത്ത് ഡീവിയേഷനും ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനും ലാസ്റ്റ് ഫ്രൈഡേ ഇതുപോലെ ഒരു ഓർമ്മ എട്ടാണ്. മിസ് ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞായിരുന്നു, ഒരു കുട്ടിയുടെ ഒരു അമ്മയുടെ ഒക്കെ ഒരു എക്സാമ്പിൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ടൈപ്സ് ഓഫ് ഡീവിയേഷൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ക്ലാസ്സസ് ഓഫ് ഡീവിയേഷനിൽ 3 ക്ലാസ്സസ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. നോട്ടി ചിൽഡ്രൻ, വീക്ക് ചിൽഡ്രൻ, ബ്രൈറ്റ് ചിൽഡ്രൻ. ഇനി ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് പറയുന്നത്. ടൈപ്സ് ഓഫ് ഡീവിയേഷൻ എന്ന് പറയുന്നത് ഡീവിയേഷൻ നമുക്ക് നോക്കാം. പറഞ്ഞ ഏതൊക്കെ ടൈപ്സ്, ഏതൊക്കെ ഡിഫറെന്റ് ക്ലാസ് ഓഫ് ഡീവിയേഷൻസ് നമ്മൾ പറഞ്ഞത്? നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ച് പറഞ്ഞു. കുട്ടികൾ, ഓരോ കുട്ടിയും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടിയുടെ ഡിഫറൻസും അല്ലെങ്കിൽ ഡീവിയേഷൻസും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. പെട്ടെന്ന് നമുക്കത് എല്ലാവരും സിമിലർ ആയിട്ട് കാറ്റഗറിയിൽ പറയാനായിട്ട് പറ്റില്ല. ചിൽഡ്രൻസ് എന്താണ് ഈ ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുറച്ച് ക്വയറ്റ് ആയിരിക്കും, കുറച്ച് സൈലന്റ് ആവും. ആദ്യം തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറും പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾ കുറച്ച് ക്വയറ്റ് ആവും, കുറച്ച് സൈലന്റ് ആവും. ദെൻ അവർ പതുക്കെ നമ്മുടെ മെറ്റീരിയൽസ് നമ്മൾ കൊടുക്കുന്നത് പതുക്കെ യൂസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ്. നമ്മളുടെ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് അവർ എന്ത് ചെയ്യാൻ തുടങ്ങും? വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. പതുക്കെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങും. പതിയെ അവർക്ക് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ കിട്ടും. നിങ്ങൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് വർക്ക് ചെയ്തോ ലാസ്റ്റ് വീക്ക്?
ഓക്കെ, ലാസ്റ്റ് അല്ലല്ലേ, അതൊക്കെ മുന്നത്തെ വീക്കിലായിരുന്നു അല്ലേ? നമ്മൾ പ്രാക്ടിക്കൽ മെറ്റീരിയൽസ് കണ്ടപ്പോൾ നമ്മൾ ഐ ഹാൻഡ് മൂവ്മെന്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായോ? ഓരോ മെറ്റീരിയൽസിന്റെയും മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായോ? ഐ ഹാൻഡ് മൂവ്മെന്റ്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ചില മെറ്റീരിയൽസ് ഒക്കെ അത്രയും തിൻ ആയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് ആയിട്ടൊക്കെ എടുത്ത് വെച്ചിരിക്കണം, അതേപോലെ ശ്രദ്ധിക്കണം. പിന്നെന്താണ്, നോബൽ സിലിണ്ടേഴ്സ് കാര്യങ്ങൾ, ഐ ഹാൻഡ് മൂവ്മെന്റ്സ് അവിടെ വേണം. അപ്പൊ ഇങ്ങനെ കൂടുതലായിട്ട് കുട്ടികൾ ആദ്യം നമ്മൾ സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിക്കുക. സെൻസോറിയൽ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് ഈ ഒരു മൂവ്മെന്റ്സിൽ കൺട്രോളും കാര്യങ്ങളും ഒക്കെ കിട്ടും. ദേ അറ്റൈൻ പവർ ഓഫ് ദംസെൽഫ്, പവർ ഓവർ ദംസെൽഫ്, അവർക്ക് തന്നെ അവരുടെ മൂവ്മെന്റ്സിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പതിയെ അവർ വർക്ക് ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ്ലി അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ ഡെവലപ്പ് ചെയ്യും. ഇല്ലേ? ഏത് മെറ്റീരിയൽ എടുത്തപ്പോഴായിട്ട് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ടാവാം? നമ്മളുടെ ബൈനോമിയൽ ബൈനോമിയൽ ക്യൂബ് ചെയ്ത് നോക്കിയോ? അത് കറക്റ്റ് ആക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല കോൺസെൻട്രേഷൻ ആവശ്യമാണ് അല്ലെ? ദിസ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ബാക്കി എല്ലാം നമുക്ക് ഏകദേശം അറേഞ്ച് ചെയ്യാൻ പറ്റും. ബൈനോമിയൽ ക്യൂബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല കോൺസെൻട്രേഷൻ വേണം. എനിക്ക് ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റ് പെട്ടെന്ന് ചെയ്യുമ്പോൾ എനിക്കത് കറക്റ്റ് ആവാറില്ലായിരുന്നില്ല. ത്രൂ പ്രാക്ടീസ് വീണ്ടും ചെയ്താണ് ഞാനത് കറക്റ്റ് ചെയ്തത്. ഇപ്പൊ എനിക്ക് ട്രിക്സ് ഒക്കെ അറിയാം. പെട്ടെന്ന് ഇങ്ങനെ ബൈനോമിയൽ ക്യൂബ് കറക്റ്റ് ചെയ്യണം. നമ്മൾ റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്യൂലേ, അതേപോലെ കുറച്ച് ട്രിക്സ് ആ ഒരു രീതിയിൽ പെട്ടെന്ന് ചെയ്യാനായിട്ട് വരും. ഇപ്പൊ ബൈനോമിയൽ ക്യൂബ് കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞു. ഇത് നിങ്ങൾ ട്രൈനോമിയൽ സ്ക്വയേഴ്സ് അല്ലേ കണ്ടത്? സ്ക്വയർ അല്ലേ കണ്ടത്? ട്രൈനോമിയൽ ക്യൂബ്സ് ഉണ്ട്. തന്നിട്ടില്ലേ ഞാൻ അന്ന് ക്ലാസ്സില്? പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രൈനോമിയൽ ക്യൂബ്സ് 3 സെറ്റ്. പക്ഷെ നമുക്ക് ഒറ്റൊരു സെറ്റ് അവൈലബിൾ ഉള്ളായിരുന്നു, 3 സെറ്റ് ആയിട്ട് അവൈലബിൾ ഇല്ലായിരുന്നു. അത് നമ്മളുടെ 1 മിനിറ്റ് അത് മേ ബി അന്ന് അവൈലബിൾ നമുക്ക് വാങ്ങിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ജിഷാൻസ്. പക്ഷെ അത് പറഞ്ഞായിരുന്നു നമുക്ക് അവൈലബിൾ അല്ല സാധനം. പക്ഷെ അപ്പൊ നമ്മള് മാം ജിഷ മിസ് ആ ഫസ്റ്റ് ലെയർ മാത്രം എങ്ങനെയോ ഓർഡർ ചെയ്തപ്പോൾ കിട്ടി. ബാക്കി 2 എണ്ണം അവൈലബിൾ അല്ല. ഷെയർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ കേട്ടോ വേണ്ടിട്ട്. ഓക്കെ ടാ, ട്രൈനോമിയൽ ക്യൂബ് കാണിച്ചു തരാവേ വന്നിട്ട്. ഓക്കെ, മെറ്റീരിയൽ ഓക്കെ. ഇത് ചെയ്യാനായിട്ട് അത്യാവശ്യം കോൺസെൻട്രേഷൻ വേണ്ടേ? അല്ലേ? അപ്പോ ഇതേപോലുള്ള മെറ്റീരിയൽസ് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പതുക്കെ ഇൻട്രസ്റ്റും കോൺസെൻട്രേഷനും ഒക്കെ കിട്ടും ഇല്ലേ? ഈ ഒരു വർക്കിലേക്ക് നല്ലൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ വരും. ഈ വർക്ക് ചെയ്യാൻ വളരെ ഇഷ്ടമായിരിക്കുള്ളൂ. അപ്പൊ നിങ്ങൾക്കും ഇഷ്ടമായോ മെറ്റീരിയൽസ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മെറ്റീരിയൽസ് കാണുമ്പോ ആദ്യം കാണുമ്പോ നമുക്ക് മെറ്റീരിയൽസ് ഫസ്റ്റ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യാം? അത് ചെയ്ത് നോക്കാൻ ഇഷ്ടമായിരിക്കും. ചിലപ്പോ കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്, വീട്ടിൽ കൊണ്ടുപോകാൻ തോന്നും അല്ലെ? പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ അടുത്ത്. പക്ഷെ ഭയങ്കര ഇഷ്ടം തോന്നും ആ മെറ്റീരിയൽ കാണുന്നവരെയും, അല്ലെങ്കിൽ നിങ്ങൾ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് കണ്ട സമയത്ത് തോന്നിയ ആ ഒരു ഇഷ്ടമല്ലല്ലോ ഇപ്പോ മെറ്റീരിയൽസിനോട്, മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ആണോ? കുറച്ചും കൂടി ഇഷ്ടം തോന്നിയില്ലേ? അത് നമ്മുടെ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ മെറ്റീരിയൽസിന് സാധാരണ എന്താ പറയാ, എഡ്യൂക്കേഷണലിസ്റ്റുകൾ പറയാറുണ്ടായിരുന്നു പണ്ട്, മെറ്റീരിയൽസ് യൂസ് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ടോയ്സ് യൂസ് ചെയ്താണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതത്ര എഫക്റ്റീവ് അല്ല എന്ന് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമ്മൾ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളെ ലേൺ ചെയ്യിക്കാം എന്നുള്ളത് അല്ലേ? നല്ലോണം ഈസി ആയിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയുണ്ട്? പണ്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിള് എന്റെ അച്ഛൻ എന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒരു ബോർഡ് പോലെ, ഒരു കുട്ടിന്റെ ബോർഡ് ഉണ്ട്, അതിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കണം.
ഇതാണ് എന്റെ ഡ്യൂട്ടിയുടെ. ഞാൻ എത്ര അടി വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കാണാപ്പാഠം പഠിച്ച് പറഞ്ഞേൽപ്പിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെ പഠിച്ച് പറഞ്ഞ് കേൾപ്പിച്ചു. 15ന്റെ വരെയും ടേബിൾ എനിക്കറിയായിരുന്നു 10th വരെ. 15 അതിന് മേലെ അറിയാമെന്ന് തോന്നുന്നു 10th അപ്പോ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ നമ്മളുടെ കുട്ടികളെ നമുക്ക് ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ബോർഡ് വെച്ച് പഠിപ്പിച്ചൂടെ? സിമ്പിൾ ആയിട്ട് തോന്നിയോ നിങ്ങൾക്ക്? കുട്ടികൾ കൗണ്ട് ചെയ്ത് അത് അവര് ഇഷ്ടത്തിൽ ചെയ്യുന്നു. നല്ലൊരു മെറ്റീരിയൽ ആണത്. മൾട്ടിപ്ലിക്കേഷൻ എളുപ്പമാക്കാനായിട്ട് മെറ്റീരിയൽ ഹെൽപ്പ് ചെയ്യും. ദെൻ അതേപോലെ ഭയങ്കര നല്ലൊരു മെറ്റീരിയൽ ആണ്. അപ്പൊ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മിനിറ്റിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയ. അപ്പൊ അതുകൊണ്ടാണ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ആണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. സം ഓഫ് ദ ഡീവിയേഷൻ മോണ്ടിസോറി ഡിസ്ക്രൈബ്ഡ് ആസ് സെയിം ഇൻ ഡിഫറെന്റ് ഫോം ഇൻ ഡിഫറെന്റ് ടൈപ്സ്. ഡിഫറെന്റ് ഫോംസ് ഡിഫറെന്റ് ടൈപ്സ് ആയിട്ടാണ് നമ്മൾ മോണ്ടിസോറി ഡീവിയേഷൻസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ഓഫ് ചിൽഡ്രൻസ്. നോട്ടി ചിൽഡ്രൻസ് ആയിട്ട്, വീക്ക് ചിൽഡ്രൻസ് ആയിട്ട്, ബ്രൈറ്റ് ചിൽഡ്രൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലിസ്റ്റിൽ അതേഴ്സ് ആർ അൺക്യൂൻ ടു ജസ്റ്റ് വൺ ടൈപ്പ്. മറ്റുള്ളത് അൺക്യൂൻ ആണ്, ഒന്നിൽ നിന്ന് മറ്റൊന്ന് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. Children with deviated characteristics become quite in prepared environment. Deviated characteristics ഉള്ള കുട്ടികള് prepared environmentലേക്ക് വരുമ്പോൾ quite ആയിരിക്കും. Since they start working on the material. എപ്പോ മുതലാണ് quite ആവുന്നത്? അവര് മെറ്റീരിയൽസ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ മുതൽ കുറച്ച് quite ആയിരിക്കും. മെറ്റീരിയൽസും ഈ ഒരു എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് സൈലന്റ് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Children attend control over their movements. കുട്ടികൾ മെറ്റീരിയൽസ് വർക്ക് ചെയ്യുമ്പോൾ, മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ മൂവ്മെന്റ്സിൽ കൺട്രോൾ കിട്ടും. ആൻഡ് they attain power over themselves. അവർക്ക് ആ മൂവ്മെന്റ്സും ഐ ഹാൻഡ് കോർഡിനേഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പൊ അവർക്ക് അവരെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ. വർക്ക് ചെയ്യുന്നതിലൂടെ ത്രൂ മൂവ്മെന്റ്സിലൂടെ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടും. All negative traits found in children before they come into contact with the prepared environment will disappear. അപ്പോ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുന്നതിലൂടെ കുട്ടികളുടെ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടിക്ക് ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും നെഗറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സും പതിയെ ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡെവലപ്പ് പവർ ഓഫ് സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയൻസ്. മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ഒരു സെൽഫ് കൺട്രോൾഡ് ആവുന്നത് നമുക്ക് കാണാം. ഒബീഡിയന്റ് ആയിട്ട് നമ്മൾ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഒരിക്കലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒബീഡിയൻസ് അല്ല ഫോളോ ചെയ്യുന്നേ. നമ്മൾ കൊടുക്കുന്ന ഫ്രീഡം അവര് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഒബീഡിയന്റ് ചിൽഡ്രൻ ആയിട്ട് മാറാണ് ചെയ്യുന്നത്. ദേ ഓഫർ മ്യൂച്വൽ ഹെൽപ്പ് ആൻഡ് പ്രൊവൈഡ് മോറൽ ഹെൽപ്പ് ടു ദർ പിയേഴ്സ്. അവർ മ്യൂച്വൽ ഹെൽപ്പ് പരസ്പരം സഹായിക്കും. മോറൽ ഹെൽപ്സ് ടു ദർ പിയർ. പരസ്പരം എന്താ പറയാ മ്യൂച്വൽ ഹെൽപ്പ് ചെയ്യും, പരസ്പരം ഹെൽപ്പ് ചെയ്യും. അവരുടെ സഹപാഠികളെ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. അവർ നല്ല ഹാർമണിയോട് കൂടി നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദേ ആർ റെഫേഴ്സ് ടു ആസ് ന്യൂ ചിൽഡ്രൻ. അങ്ങനെ മാറി വരുന്ന കുട്ടികളെ എന്നുവെച്ചാല് ഈ ഡീവിയേഷൻസ് ഒക്കെ പതിയെ ഡിസപ്പിയർ ആക്കി മാറി പുതിയൊരു കുട്ടികളായിട്ട് മാറാണ്. ആ കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് refers to as new children and can be refers to as normalized children. നമ്മൾ എന്ത് പറയും? നോർമലൈസ്ഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ ന്യൂ ചിൽഡ്രൻ എന്ന് പറയും. മറ്റൊരു പേരും കൂടി ഉണ്ട് കേട്ടോ. നോർമലൈസ്ഡ് ചിൽഡ്രൻസിനെ നമ്മൾ ഒരു ക്ലാസ്സിലെ അല്ലെങ്കിൽ മൊത്തമായിട്ട് നോർമലൈസ്ഡ് ചിൽഡ്രൻസിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ? ഒന്ന് എഴുതോ എല്ലാവരും? ഞാൻ എന്നിട്ട് ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ചോദിക്കും. സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നത് എന്താണുള്ളത്? കൊഹീഷൻ നല്ല കെട്ടുറപ്പുള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോർമലൈസേഷനിലൂടെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും. നല്ല കെട്ടുറപ്പുള്ള, നല്ല ഉത്തരവാദിത്തമുള്ള, നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള, നല്ല കോൺസെൻട്രേഷൻ ഉള്ള, സെൽഫ് കൺട്രോൾ ഉള്ള, ഒബീഡിയന്റ് ആയിട്ടുള്ള, പരസ്പര സഹായം കൊടുക്കുന്ന, മ്യൂച്വൽ ഹെൽപ്പ് ഓഫർ ചെയ്യുന്ന, നല്ല ഹാർമണി ഉള്ള കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
എഴുതിയോ നിങ്ങള് സൊസൈറ്റി ഓഫ് കൊഹീഷൻ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡീവിയേറ്റഡ് ക്യാരക്ടർ ഉള്ള കുട്ടികളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഡീവിയേറ്റഡ് ക്യാരക്ടർ ഉള്ള അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആയിട്ടുള്ള ചിൽഡ്രൻസ് മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അത് മെറ്റീരിയൽസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് പതുക്കെ കോൾട്ട് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ കുറെ മൂവ്മെന്റ്സിലും മൂവ്മെന്റ്സിലും കൺട്രോൾ കിട്ടും, കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അവരുടെ നെഗറ്റീവ് ത്രെഡ്സ് പതുക്കെ ഡിസപ്പിയർ ആകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സെൽഫ് കൺട്രോൾ ആൻഡ് ഒബീഡിയന്റ് ആയിട്ട് മാറും. പരസ്പരം സഹായിക്കും. നല്ല ഹാർമണിയോട് കൂടി നല്ല ഐക്യത്തോടു കൂടി അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഈ സൊസൈറ്റി ഓഫ് കൊഹീഷൻ അല്ലെങ്കിൽ നോർമലൈസേഷൻ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ആദ്യം ഈ ഒരു മോണ്ടിസോറി ക്ലാസ് റൂം MP16 ഇവിടെ വന്നപ്പോൾ പരസ്പരം നിങ്ങൾക്ക് ആർക്കും ആരെയും പരിചയം ഉണ്ടായിരുന്നില്ല ഇല്ലേ? പക്ഷേ ഒരു 9 monthsലേക്ക് ഇതിന്റെ ഒരു ജേണി 9 monthsനോട് അടുക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ നല്ലൊരു കെട്ടുറപ്പ് വന്നിട്ടുണ്ടോ? നല്ലൊരു ബോണ്ട് വന്നിട്ടുണ്ടോ? എല്ലാവരെയും അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ ഒരു ടീമായിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ? സോ ഇതാണ് എന്ത് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ക്യാരക്ടേഴ്സിൽ മാറ്റം വന്നതായിട്ട് പറയുന്നുണ്ടോ? ഫാമിലിയിലെ ഹസ്ബൻഡോ അല്ലെങ്കിൽ കുട്ടികളോ പറയുന്നുണ്ടോ അമ്മ മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല, അപ്പൊ ഇത്ര നല്ല അമ്മയാ പറയുന്നില്ലേ? ഓക്കെ. അതെന്തുകൊണ്ട് സംഭവിക്കുന്നത്? ഈ നോർമലൈസേഷന്റെ ഭാഗമായിട്ട് നമ്മളിൽ നടക്കുന്നൊരു എന്താ പറയാ ഒരു മാറ്റാണ്. ഓക്കെ. അപ്പൊ നമ്മൾ നോർമലൈസ്ഡ് ചൈൽഡ് ആയിട്ട് മാറി. ഇനി ഒരു കാര്യം, സൊസൈറ്റി ഓഫ് കൊഹീഷൻ ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. നല്ല ഹാർമണിയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് പറ്റണം. ഈ ഒരു ഗ്രൂപ്പിൽ മാത്രമല്ല, പുറത്ത് ഈ ഒരു ഗ്രൂപ്പിന് പുറത്ത് നിങ്ങൾ ഇതേപോലെ നല്ല ഐക്യത്തോടു കൂടി തന്നെ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികൾ PG ക്ലാസ്സിലുണ്ട് അല്ലെ? അപ്പൊ ആ ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യണം, നല്ല ഹാർമണിയോട് കൂടി എല്ലാവരും പരസ്പരം നല്ല സ്നേഹത്തോടു കൂടി തന്നെ വർക്ക് ചെയ്യണം. ഇനി ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ. നാളെ ഒരു ദിവസം നമ്മൾ ഈ ഒരു കോഴ്സ് ഒക്കെ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ഒക്കെ കഴിഞ്ഞു, നമ്മൾ തമ്മിലുള്ള കോൺടാക്ട് സ്റ്റോപ്പ് ആവരുത് കേട്ടോ. ഒരു കോൺടാക്ട് വേണം എപ്പോഴും ടീച്ചേഴ്സ് ഒക്കെ ആയിട്ട്. ഓക്കെ. അതെല്ലാം നമ്മൾ കഴിഞ്ഞ് നിങ്ങൾ കോഴ്സ് പാസ് ഔട്ട് ആയി നിങ്ങൾക്കൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കും. ജോലി കിട്ടി നിങ്ങൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾ വരുന്ന അറ്റ്മോസ്ഫിയർ വേറെയാണ്, വേറൊരു എൻവയോൺമെന്റിലേക്ക് പോകും. നമ്മൾ ഈ ഒരു എൻവയോൺമെന്റ് അല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, മറ്റൊരു എൻവയോൺമെന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ ആ ഒരു എൻവയോൺമെന്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല ഹാർമണിയോട് കൂടി നല്ല പേഷ്യൻസോട് കൂടി നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റൂലേ? അങ്ങനെ പറ്റണം. അങ്ങനെ പറ്റുന്ന കുട്ടികളായിട്ട് ബിൽഡ് ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളുടെ കുട്ടികൾ എവിടെ നിങ്ങളിലും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആയിരിക്കാം നിങ്ങൾ ഈ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ നിങ്ങളിലും എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഈ നോർമലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സംഭവിച്ചിട്ടുണ്ട്. ചുമ്മാ ഒന്ന് വിലയിരുത്തി നോക്കുക. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഡീവിയേറ്റഡ് ചിൽഡ്രൻ ആയിരുന്നോ, ഇപ്പൊ നമ്മള് നോർമലൈസേഷനിലേക്ക് എത്തിയോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമ്മാ നമ്മളെ ഒന്ന് വിലയിരുത്തി നോക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഡീവിയേറ്റഡ് ചിൽഡ്രൻസ് വർക്ക് ചെയ്യുന്നതിലൂടെ, മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിലൂടെ അവരില് ത്രൂ മൂവ്മെന്റ്സിലൂടെ അവരിൽ എന്ത് വരുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റത്തെ നമ്മൾ പറയുന്ന പേരാണ് നോർമലൈസേഷൻ എന്ന് പറയും. ഇനി മൂവ്മെന്റ്സും നോർമലൈസേഷനും തമ്മിൽ ക്ലോസ്ലി ഇന്റർ കണക്ഷൻ ഉണ്ട് ഇല്ലേ? മൂവ്മെന്റ്സ് എന്തായിട്ട് നോർമലൈസേഷൻ ആയിട്ട് റിലേഷൻ ഉണ്ട്. മൂവ്മെന്റ്സും നോർമലൈസേഷനും പരസ്പരം എങ്ങനെയാണ്? കണക്റ്റഡ് ആണ്. അപ്പോ ത്രൂ മൂവ്മെന്റ്സിലൂടെയാണ് കുട്ടികളിൽ നോർമലൈസേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഈ നോട്ടീച്ചർ തന്നെ കുറച്ചും കൂടി എന്താണ് എളുപ്പമാണ് നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റാൻ. പക്ഷെ ലേസി ആയിട്ടുള്ള ചൈൽഡ് എന്ന് വെച്ചാൽ വീക്സിൽ നിന്നും കുറച്ച് പാടാണ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് നോർമലൈസ്ഡ് ചൈൽഡാക്കി മാറ്റാനായിട്ട്. ബ്രൈറ്റ് നമ്മൾ പറയുന്ന നോട്ടീസ് ചിൽഡ്രന് നല്ല എനർജി ഉണ്ട്. അത് റൈറ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പാത്തിലേക്ക് വിട്ടാൽ മതി. പക്ഷെ എന്താ പറയാ വീക്ക് ചിൽഡ്രന് എനർജി കുറവാണ്, അവർക്ക് മൂവ്മെന്റ്സ് അവർക്ക് കൺട്രോളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളൂ. അപ്പോ നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ മുമ്പിൽ വരുന്ന ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികളെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റുക എന്നതാണ് നമ്മളുടെ ഉത്തരവാദിത്തം. ഓക്കെ.
ത്രൂ എങ്ങനെയും ആവാം, ത്രൂ മൂവ്മെന്റ്സ്, ത്രൂ വർക്ക് നമ്മള് കുട്ടികളെ നോർമലൈസ്ഡ് ചിൽഡ്രനാക്കി മാറ്റുന്നു. അപ്പൊ നമ്മൾ ടൈപ്സ് ഓഫ് ഡീവിയേഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. മോണ്ടിസോറി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് പറയുന്നുണ്ട്. നോട്ടി, വീക്ക്, ബ്രൈറ്റ് ചിൽഡ്രൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. നമ്മൾ ഡീവിയേറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ അവർ ക്വയറ്റ് ആയിരിക്കും. അവർ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർക്ക് പതിയെ പതിയെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ദേ അറ്റൈൻ കൺട്രോൾ ഓവർ ദെയർ മൂവ്മെന്റ്സ്. അതേപോലെ തന്നെ സെൽഫ് കൺട്രോൾ, ഒബീഡിയൻസ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. പതിയെ വർക്ക് ചെയ്യുന്നതിലൂടെ പരസ്പരം സഹായം നമുക്ക് കാണാൻ പറ്റും. ഒരാൾക്ക് വർക്ക് അറിയില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നു, അതെങ്ങനെ വർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഹാർമണിയോടുകൂടി, നല്ല ഐക്യത്തോടു കൂടി കുട്ടികൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഡൗട്ട് എന്ന് വെച്ചാല് കണക്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ ആണോ? കാരണം ഞാൻ ചോദിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും സജഷൻസ് എനിക്ക് പറഞ്ഞോ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ടൈപ്സ് ഓഫ് ഡീവിയേഷനെ കുറിച്ചിട്ടാണ്. സൈക്കിക് ഫ്യൂഗ് എന്നാണ് ഈ ഒരു ഡീവിയേഷന്റെ പേര്. സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഈ ഡീവിയേഷൻ എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് സ്റ്റേജ് ആണ്. ഈ നമ്മൾ പറയില്ലേ, മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ പറന്ന് നടക്കാന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ കോഴ്സ് മനസ്സ് നൂല് പൊട്ടിയ പട്ടം പോലെ ഇങ്ങനെ പറന്ന് നടക്കുകയാണെന്നൊക്കെ പറയില്ലേ? ഇത് തന്നെയാണ് ഈ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിന്റെ മീനിങ്. ഫ്യൂഗ് എന്ന് പറയുന്ന ഇറ്റാലിയൻ വേർഡിന്റെ മീനിങ്. ഫ്യൂഗ് കംസ് ഫ്രം ഇറ്റാലിയൻ വേർഡ് ഫോർ റൺ അവേ, എ ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്. ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്, മൈൻഡിന്റെ പറക്കൽ എന്നാണ് അത് ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും മലയാളം മീനിങ് എന്ന് പറയുന്നത് നൂല് പൊട്ടിയ പട്ടം പോലെയാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത്. അത് എവിടെയും നിൽക്കുന്നില്ല, അതിങ്ങനെ പറന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ആ ഒരു അവസ്ഥയായിരിക്കും കുട്ടികൾ ഈ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ആ ഒരു ടൈം. When the child's mind seems inheritance, that child will take refuge in a fantasy world. കുട്ടിയുടെ റിയൽ വേൾഡിൽ എന്തെങ്കിലും ഹിൻഡ്രൻസ്, തടസ്സങ്ങൾ കാണുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടേതായ ഒരു ഫാന്റസി വേൾഡ് അവന്റെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യും. എ വേൾഡ് ദാറ്റ് ഹി ഫൈൻഡ് മോർ പ്രിഫറബിൾ ദാൻ ദ റിയൽ വേൾഡ്. അവന്റെ റിയൽ എൻവയോൺമെന്റിനേക്കാൾ കൂടുതൽ കുട്ടി പ്രിഫർ ചെയ്യുന്നത് ഏത് വേർഡായിരിക്കും? ഈ ഫാന്റസി വേൾഡ് ആയിരിക്കും. കുട്ടിയുടെ ലൈഫിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്ന വരുമ്പോൾ, ഹിൻഡ്രൻസ്, തടസ്സങ്ങൾ, പാരന്റ്സ് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ തടസ്സപ്പെടുത്താറുണ്ട്. അപ്പൊ അങ്ങനെ തടസ്സങ്ങൾ നേരിടുമ്പോൾ കുട്ടിയുടേതായ ഒരു സ്വപ്ന ലോകം ക്രിയേറ്റ് ചെയ്ത് ആ ഒരു സ്വപ്ന ലോകത്തായിരിക്കും കുട്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സപ്പോസ് ഒരു എക്സാമ്പിൾ പറയാണ്, ഒരു കുട്ടി എന്താണ്, ആ കുട്ടി കളിക്കാൻ വിടോ എന്ന് പാരന്റ്സിനോട് ചോദിച്ചു. കുട്ടി പാരന്റ്സ് പറഞ്ഞു കുട്ടീനോട് കളിക്കാൻ വിടില്ല എന്ന് പറഞ്ഞത്. പുറത്തൊന്നും പോയി കളിക്കാൻ വിടില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് കളിച്ചാൽ മതി, ടോയ്സ് ഒക്കെ യൂസ് ചെയ്ത് കളിച്ചാൽ മതി. അപ്പൊ കുട്ടി ഒരു തടസ്സം നേരിട്ടു അല്ലെ, അവന്റെ മനസ്സിന് ഒരു വിഷമായി. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുട്ടി എന്ത് ചെയ്യും? കുട്ടിയുടേതായ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഒരുപാട് കൂട്ടുകാരോടൊപ്പം ഇരുന്ന് കളിക്കുന്നതായിട്ട് എന്ത് ചെയ്യും? അവൻ ഇമാജിൻ ചെയ്യും. റിയൽ വേൾഡ് അല്ല, ഇമാജിൻ ചെയ്യും. ഓക്കെ, ഇമാജിൻ ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് കുട്ടികള് ഇമാജിനേറ്റീവ് ആയിട്ട് ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് കളിക്കാറൊക്കെ ഉണ്ടല്ലേ? അത് ഡീവിയേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കുട്ടികൾ പറയും, ഇത് എന്റെ ഫ്രണ്ട് ഇന്ന ആളാണ്, ഇന്ന ആൾ ഇന്ന കസേരയിലുണ്ട്, ഇന്ന ആൾ ഇന്ന കസേരയിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കളിക്കാനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ക്ലാസ് എടുക്കും കുട്ടികൾ, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ നമ്മളെ കുട്ടികൾ? ഓക്കെ, അത് ഡീവിയേഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. ഡീവിയേഷൻ എപ്പോഴാണ് സംഭവിക്കുന്നത് വെച്ചാൽ കുട്ടിക്ക് റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിലുള്ള ഡിഫറൻസ് പറയാനായിട്ട് സാധിക്കുന്നില്ല. കുട്ടിക്ക് റിയൽ വേൾഡ് ഏതാണ്, ഫാന്റസി വേൾഡ് ഏതാന്നുള്ള ഡിഫറൻസ് പറയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഫാന്റസി വേൾഡിനെ കുറിച്ച് പറയുന്നു, ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ അസൈൻ ചെയ്യുമ്പോൾ, എന്തെങ്കിലും ഡ്യൂട്ടീസ് പറയുമ്പോൾ കുട്ടി അത് ചെയ്യാതെ ഫാന്റസി വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ഇനി
ഒരു എക്സ്പീരിയൻസ് പറയാം. ഒരു കുട്ടി എന്താണ് ഒരു കുട്ടി ക്ലാസ്സിൽ വരുമ്പോ ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുക്കാണ്, UKG-യിലാണ് അവൻ. UKG ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും, ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേക്ക് അപ്പൊ ചോക്ലേറ്റ് കൊടുക്കാണ്. അപ്പൊ ചോക്ലേറ്റ് കൊടുത്തപ്പോ ഈ കുട്ടി പറഞ്ഞു, എനിക്ക് ഒരു ചോക്ലേറ്റും കൂടി വേണം, എനിക്ക് കുഞ്ഞൂട്ടന് കൊടുക്കാൻ വേണ്ടിട്ട് ഒരു ചോക്ലേറ്റും കൂടി വേണം പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചു ഓക്കെ പ്ലീസ്, അവന്റെ അനിയനായിരിക്കും കുഞ്ഞൂട്ടൻ, സോ ഒരു സ്നേഹമുള്ള ഒരു ചേട്ടനോ എന്നൊക്കെ വിചാരിച്ചത് ഞാൻ. കുഞ്ഞൂട്ടൻ വീട്ടിലാണ്, അപ്പൊ കുഞ്ഞൂട്ടന് കൊടുക്കാനായിട്ട് ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞു. ഓക്കെ, കുഞ്ഞൂട്ടന് കൊടുത്ത് ഒരു ചോക്ലേറ്റ് കൂടി അല്ലേ കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ചോക്ലേറ്റ് അവൻ കൊണ്ടുപോയി. പിന്നെ സംസാരിക്കുമ്പോ എപ്പോഴും അവൻ കൂടുതൽ ടൈമും എന്തുകൊണ്ടാണ് ഹോംവർക്ക് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കും. ഞാൻ കുഞ്ഞൂട്ടന്റെ ഒപ്പം കളിക്കായിരുന്നു, അതാണ് ഹോംവർക്ക് ചെയ്യാൻ വിട്ടുപോയത്. സാധാരണ പറയാറുണ്ട് ഇല്ലേ, അനിയന്മാരുടെ ഒപ്പം കളിക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഹോംവർക്ക് ചെയ്യില്ല, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇല്ലേ, കുട്ടികൾ സ്കിപ്പാക്കാറുണ്ട്, മറന്നു പോകാറുണ്ട് കുഞ്ഞി അനിയന്മാരുണ്ടെങ്കിലും. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെ പറഞ്ഞു. ഒരു ദിവസം കുട്ടിയുടെ അമ്മ വന്നപ്പോ ഞാൻ ചോദിച്ചു, സാധാരണ അച്ചാച്ചനോ അമ്മാമ്മയാണോ വന്ന് കൊണ്ടുപോകാറ്. അപ്പൊ ഞാൻ ചോദിച്ചു കുഞ്ഞൂട്ടിന് എന്തെങ്കിലും ചോദിച്ചു. കുഞ്ഞൂട്ടിന് ഇപ്പൊ എത്ര വയസ്സായി ആ രീതിയിൽ ചോദിച്ചപ്പോ പറഞ്ഞു ടീച്ചറെ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല, കുഞ്ഞൂട്ടൻ എപ്പോഴും പറയാറുണ്ട് അവൻ കുഞ്ഞൂട്ടിനെ കുറിച്ചിട്ട്. അപ്പൊ അവനിപ്പോ എത്രയിലാണ്, അല്ല എത്ര വയസ്സായെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇല്ല മിസ്, കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് അനിയനല്ല, മിസ്സിനെ തെറ്റിദ്ധരിച്ചിരിക്കുക. കുഞ്ഞൂട്ടൻ എന്ന് പറയുന്നത് അവന്റെ ടോയ് ആണ്. അവന്റെ പപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോ കഴിഞ്ഞ പ്രാവശ്യമല്ല, അവന് കൊണ്ടുകൊടുത്ത ടോയ് ആണ് കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സർപ്രൈസ് ആയിട്ടാ. ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതപ്പെട്ടു. കാരണം അവൻ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് ആ കഥ പറഞ്ഞിരിക്കുന്നത്. കുഞ്ഞൂട്ടെന്നും പറഞ്ഞിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്ട്രീം ലെവലാണ്. ഞാൻ ചോദിച്ചു കുഞ്ഞൂട്ടൻ ടോയ് ആണോ? അപ്പോഴാണ് ഞാൻ അവനോട് ചോദിക്കുന്നത് ടോയ് ആണോ, ഈ ടോയ് എന്ന് എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു. ഫ്രണ്ടോ? അത് നമുക്ക് ഒരു ഷോക്കായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എപ്പോഴും കുഞ്ഞൂട്ടന്റെ ഫോൺ മെസ്സേജ് ഈ ടോയും വെച്ച കളിക്കുന്നത് ഹോംവർക്ക് ചെയ്യൊന്നുമില്ല, അവൻ ഏത് സമയവും ഈ ടോയാണ് കൂടുതൽ ടൈമും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ എന്താ പറയാ, ഹസ്ബൻഡ് കൂടെ ഇല്ലേ? ആ ഹസ്ബൻഡ് പുറത്താണ്. അപ്പോ എന്താണ് കൂടുതൽ അത് കുട്ടിക്ക് ആ ഒരു കെയറും അറ്റൻഷൻ കിട്ടുന്നില്ല. പിന്നെ അവന് ഏറ്റവും ഇഷ്ടമുള്ളതും ഹസ്ബൻഡ് കൊടുത്ത് ടോയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് തോന്നി അവന്റെ എന്താണ് ഈ ഒരു ഡീവിയേഷൻ ആണ് എന്ത് ചെയ്യുന്നത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തുടങ്ങി ഫസ്റ്റ് സ്റ്റേജ് ആണ്. ഞാൻ പറഞ്ഞു ടോയ് കാരണം മേ ബി അവന് പിന്നീട് എന്താണ് മേ ബി ഡീവിയേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് ഈ കുട്ടിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ്. അവന്റെ അച്ഛനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്, ഒരു ബോണ്ട് ഉണ്ട്. അപ്പൊ അച്ഛൻ പണ്ട് ഈ ടോയ് വാങ്ങിച്ചു കൊടുത്തപ്പ അച്ഛനോട് ചോദിച്ചിരുന്നു കുട്ടി ഈ ടോയുടെ പേരെന്താണെന്ന് ചോദിച്ചിരുന്നു. അച്ഛനാണ് പേരിട്ട് കൊടുത്തത്, കുഞ്ഞൂട്ടെന്നുള്ള പേരിട്ട് കൊടുത്തത്. അന്ന് മുതൽ അച്ഛനോടുള്ള ഇഷ്ടം പോലെ അല്ലെങ്കിൽ അച്ഛനോടുള്ള ഒരു ഇതുപോലെയാണ് അവന് ഈ ടോയിനോട് ഒരു പ്രത്യേക ഇഷ്ടവും കാര്യങ്ങളും. എന്ന് വെച്ചാല് അച്ഛനോട് നമ്മൾ എങ്ങനെ പറയുന്നു അതേപോലെ അവനോട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നു. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു അച്ഛനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, വീഡിയോ കോളൊക്കെ ഒന്ന് ചെയ്യുക, അപ്പൊ അച്ഛനായിട്ടുള്ള നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. അവനും ടോയും കൂടി ഒരുമിച്ചിരുന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ വിചാരിച്ചു മേ ബി അത് ഡീവിയേഷനിലേക്ക് ഭയങ്കരമായിട്ട് ഡീവിയേഷനിലേക്ക് പോകും. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോ നമുക്ക് കോവിഡ് ഒക്കെ വന്നില്ലേ, കോവിഡിന്റെ ഒക്കെ ടൈം 2020, 2021, ആ ഒരു ടൈമിൽ 90-ലൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. 20-ലൊക്കെ ആയപ്പോഴേക്കും ഈ കുട്ടിയുടെ അച്ഛൻ ഗൾഫിലായിരുന്നു, ജോലി നിർത്തി വരേണ്ടതായിട്ട് വന്നു. അപ്പോ പിന്നെ ഈ കുട്ടിക്ക് അങ്ങനെ ഡീവിയേഷനും കാര്യങ്ങളും ഇല്ല. കാരണം എന്താണ് കൂടുതൽ ടൈമും അച്ഛനുണ്ട്, അച്ഛന്റെ കൂടെ എന്ത് ചെയ്യാം കളിക്കുക, എൻജോയ് ചെയ്യുക, കൂടുതൽ സമയം അങ്ങനെയാണ്. അപ്പൊ ഈ ഒരു ഡീവിയേഷൻ ഞാൻ പിന്നെ കണ്ടിട്ടില്ല കുട്ടിക്ക്. അവന് പിന്നെ ഈ ഒരു കുഞ്ഞുകുട്ടിന്റെ പ്രോബ്ലംസ് ഞാൻ ചോദിച്ചു ടോയ്സ് ഒക്കെ ഉണ്ടോ. അപ്പൊ അമ്മ പറഞ്ഞു ഇല്ല, ടോയ് ഒക്കെ പോയി, അവനിപ്പോ അച്ഛൻ മതി, അച്ഛനാണ് അവന്റെ ഫുൾ വേൾഡ് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി വലുതായിട്ട് ഭയങ്കര അത്യാവശ്യം ഏജ് ഉണ്ട് ഇപ്പൊ എന്ന് വെച്ചാല് മുതിർന്നൊരു കുട്ടിയായിട്ടുണ്ട്. അപ്പൊ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഡീവിയേഷനും കാര്യങ്ങളും മാറി. കാരണം കോവിഡ് ഒക്കെ വന്ന സമയത്ത് പാരന്റ്സും കുട്ടികളും തമ്മിലുള്ള ഒരു ബോണ്ട് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തു ആ ഒരു ഇൻസിഡന്റ് കാരണം. ഇല്ലേ, പണ്ട് നമ്മളിപ്പോ കോവിഡിന്റെ ഒക്കെ സമയത്ത് നമ്മള് അത്രയും നാൾ വരെ ഫോണിൽ നല്ല രീതിയിലായിരുന്നു, അല്ല പാരന്റ്സ് നല്ല രീതിയിൽ ഫോണും കാര്യങ്ങളും യൂസ് ചെയ്യുന്നു, കുട്ടികളുടെ കാര്യം സ്റ്റഡി. പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചു അല്ലെ.
കുറച്ച് സ്ലോ ആയി നമ്മൾ പതുക്കെ വീട്ടില് നമ്മള് ഫാമിലിയിലായാലും ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ പരസ്പരം കേൾക്കാനായിട്ട് തുടങ്ങി. നമ്മളെ പരിഭവങ്ങളും പരാതികളും അങ്ങനെ കുട്ടികളോടൊപ്പം ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നു. ഇല്ലേ, ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഒരു കുറച്ച് നാളെ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ കുട്ടികളോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാന്ന്? ഇല്ല അല്ലെ? 2 മാസം ബ്രേക്ക് കിട്ടിയിട്ട് ഞങ്ങൾക്ക് അറിയുള്ളൂ മിസ് ഞങ്ങളുടെ അവസ്ഥ എന്നാ പറയുന്നത്. വെക്കേഷൻ എങ്ങനെയുണ്ട് ഇപ്പൊ? അവരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഒരു സമാധാനം ഉണ്ടോ വീട്ടില്? ഒരു യുദ്ധം കഴിഞ്ഞൊരു അറ്റ്മോസ്ഫിയർ, യുദ്ധഭൂമിയിൽ ശാന്തമായി കിടക്കായിരിക്കും അല്ലെ? പോണ വരെ വീട് ഇതായിരിക്കും. ഉറങ്ങിപ്പോയെന്ന് പോലും ഒരു രീതിയായിപ്പോയി. ഓക്കെ. അപ്പൊ നമ്മൾ കൂടുതൽ ടൈം അവരോടൊപ്പം സ്പെൻഡ് ചെയ്യുക. ഈ കുട്ടികൾ വന്ന ഡീവിയേഷനും അത് തന്നെയായിരുന്നു. പാരന്റ്സിന്റെ കെയറും അറ്റൻഷനും കിട്ടാതെ വരുമ്പോൾ കുട്ടികളിൽ മേ ബി ഇതേപോലുള്ള ഡീവിയേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവന്റെ കാര്യത്തില് ആ ഒരു ഡീവിയേഷൻ അവനും എത്തില്ല, പൂർണ്ണമായിട്ട് മാറി. നല്ല മിടുക്കും കുട്ടിയാ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു 8th-ലോ 7th-ലോ 8th-ലോ പഠിക്കാണ്. നോക്കാട്ടോ. അപ്പൊ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. നമുക്ക് നോക്കാം. ഫ്യൂഗ് കംസ് ഫ്രം ദ ഇറ്റാലിയൻ വേർഡ് ഫോർ റൺ അവേ, എ ഫ്ലൈറ്റ് ഓഫ് മൈൻഡ്. വെൻ ദ ചൈൽഡ് മൈൻഡ് സീംസ് ഇൻ റൺസ് ഇൻ ദ ചൈൽഡ് വിൽ ടേക്ക് റെഫ്യൂജ് ഇൻ ഫാന്റസി വേൾഡ്. കുട്ടിയുടെ റിയൽ വേൾഡിൽ എന്തൊക്കെ തടസ്സങ്ങൾ നേരിടുന്നു ആ സമയത്ത് തന്നെ കുട്ടി എന്ത് ചെയ്യും? ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആവും. എ വേൾഡ് ദാറ്റ് ഹി ഫൈൻഡ് മോർ പ്രിഫറബിൾ ദാൻ റിയൽ വേൾഡ്. കുട്ടിയുടെ റിയൽ വേൾഡിനേക്കാൾ കൂടുതൽ പ്രിഫറൻസ് ഏതായിരിക്കും? ഫാന്റസി വേൾഡ് ആയിരിക്കും. 2 points to know if this is a deviation. കുട്ടികൾ നോർമലി ഈ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കളിക്കാറൊക്കെ ഉണ്ട്, അതൊക്കെ ഓക്കെയാണ്. ഇത് ഡീവിയേഷൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ് ഈ പറയുന്നത്. If the child cannot tell the difference between fantasy and reality. ഫാന്റസിയും റിയാലിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് കുട്ടിക്ക് പറയാൻ സാധിക്കുന്നില്ല. ആ ഡിഫറൻസ് പറയാനായിട്ട് പറ്റുന്നില്ല. ഫാന്റസി വേൾഡ്, ആ ഒരു വേർഡുകള് ഫാന്റസി വേൾഡിലെ വേർഡ്സ് റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഡീവിയേഷൻസ് ഉണ്ട്. ഇഫ് ദ ചൈൽഡ് യൂസ് ദ വേൾഡ് ഓഫ് ഫാന്റസി ആസ് ദ മീൻസ് ഓഫ് എസ്കേപ്പ് ഇൻസ്റ്റെഡ് ഓഫ് ഗെയിം. അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ, വർക്കോ ആക്ടിവിറ്റീസോ പഠിക്കാൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ ഫാന്റസി വേൾഡ് എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഡീവിയേഷൻ ആണെന്ന് മനസ്സിലാക്കണം. ഞാൻ ഐഡന്റിഫൈ ചെയ്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഞാൻ തന്നെ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം അത്രയും നാള് എന്റെ മനസ്സിലൊരു ഒരു കുട്ടിയായിരുന്നു. ആ കുഞ്ഞുട്ടെന്ന് പറയുന്ന ഒരു കുട്ടിയാണ്. പെട്ടെന്ന് ഒരു ടോയ് ആണ് പറഞ്ഞപ്പോ ശരിക്കും പറഞ്ഞാൽ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് അവൻ ഫാന്റസി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ടു റിസോൾവ് ദിസ് ദ ടീച്ചർ വിൽ സെൻഡർ ഓൺ വാട്ട് ടു ഡു അറ്റ് ഹോം. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ ഡീവിയേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് എന്ത് ചെയ്യേണ്ട വർക്കുകളും കാര്യങ്ങളും കൊടുക്കുക. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം എല്ലാ കുട്ടികൾക്കും ഹോംവർക്ക്സ് ഒരുപാട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ വർക്ക് ഒരുപാട് ഇട്ട് കൊടുക്കും. അവർക്ക് ചെയ്യേണ്ട മാക്സിമം അവരെ കൊണ്ട് റിപ്പീറ്റ് ചെയ്യിക്കുന്ന രീതിയിൽ വർക്ക് കൊടുക്കും. വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഈ ഫാന്റസി വേൾഡിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. കാരണം എന്താണ്, അവർക്ക് ഓൾറെഡി ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്താണ്, അവർക്ക് ഈ വർക്ക് ചെയ്ത് തീരുമ്പോഴേക്കും മേ ബി അവർക്ക് എന്താ പറയുക, കുറച്ച് ടൈം പോലും ഫാന്റസി വേൾഡിലേക്ക് പോകാനുള്ള ടൈം ഉണ്ടാവില്ല. ടീച്ചർ മേ റെക്കമെൻഡ് ആക്ടിവിറ്റി ദാറ്റ് ദ ചൈൽഡ് കുഡ് ഡു അറ്റ് ഹോം. വീട്ടിൽ പോയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഫ്യൂഗ് മനസ്സിലായോ? എക്സാമ്പിൾ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ ഒന്ന് എഴുതിട്ടേ കേട്ടോ. ഓക്കെ, നിങ്ങൾ നമ്മുടെ ചുറ്റുപാട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികള് റിയൽ ഫാന്റസി വേൾഡിലെ ക്യാരക്ടേഴ്സ് റിയൽ വേൾഡിൽ യൂസ് ചെയ്യുന്നുണ്ടോ? അവര് എന്താ പറയുക, നമ്മൾ വർക്കോ ടാസ്കോ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫാന്റസി വേൾഡിലെ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്യണം കേട്ടോ. അതൊക്കെ ഡീവിയേഷന്റെ സ്റ്റാർട്ടിംഗ് ആണ്. സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്ന ഡീവിയേഷന്റെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ സൈക്കിക് ഫ്യൂഗ്.
മാം നമ്മളുടെ സാധാരണ സ്കൂളുകളിലും നമുക്ക് അവരെ നോർമലൈസ് ചെയ്തിട്ടുണ്ട്. അവര് മോണ്ടിസോറി ചെയ്യാനായിട്ട് പറ്റുമോ എന്നാണ് ചോദിച്ചത്. യെസ് മാം, നമ്മള് സാധാരണ സ്കൂൾ സെറ്റപ്പിൽ പോകുമ്പോഴും ആടെ പറ്റോടെ. കാരണം നമുക്ക് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ മേബി ചില കുട്ടികൾക്ക് ഡീവിയേറ്റഡ് ക്യാരക്ടർ ആയിട്ടുള്ള കുട്ടികൾ, സ്ലോ ആയിട്ടുള്ള ലേണേഴ്സ് ഒക്കെ നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ സാധാരണ ചിലപ്പോ നമുക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള കെയറും കാര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ട കുട്ടികൾ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഈ റെമഡിയൽ പോലെ കുട്ടികൾ വരാറുണ്ട്. റെമഡിയൽ ക്ലാസ് എടുത്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് എന്റെ അടുത്തേക്ക് കുട്ടികൾ വരാറുണ്ട്. മേ ബി ലാസ്റ്റ് എനിക്ക് ചെറിയ കുട്ടികളൊക്കെ വരാറുണ്ട്. എനിക്കൊരു പ്രാവശ്യം ഒരു 2022-23 ഒരു കാലഘട്ടത്തിൽ എനിക്ക് 10th കുട്ടി വന്നു. 10th 10ാം ക്ലാസ്സിൽ പ്രാവശ്യം SSLC പഠിക്കുന്ന ഒരു കുട്ടി റെമഡിയൽ ക്ലാസ് പോലെ വന്നു. ഞാൻ ചോദിച്ചു ഇന്നെന്താ പ്രശ്നം നമുക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ ചോദിച്ചാൽ എന്താണ് അവന്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പാരന്റ്സിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അവനൊന്ന് നോക്കിയപ്പോ അവന് സ്വന്തം പേര് പോലും എഴുതാൻ അറിയില്ല. ആ ഒരു അവസ്ഥയാണ്. നമ്മൾ മുമ്പില് ടൈം മതിയില്ല. സോ നമ്മൾ ഇവനിൽ ഒരുപാട് ഡീവിയേഷൻസ് ഉണ്ട്. ലാംഗ്വേജ് ഡിലേ, ഇതേപോലെ തന്നെ കാര്യങ്ങൾ പറയുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുട്ടീനെ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യിച്ച്. ഇപ്പൊ മാത്സും നമുക്ക് ഒരു മാക്സിമം ട്രെയിൻ ചെയ്യിക്കാൻ പറ്റും. മാത്സ് ഫിസിക്സ് ഒക്കെ നമുക്ക് ട്രെയിൻ ചെയ്യിക്കാം. അതേപോലെ നമ്മൾ സിലബസ് വൈസ് നോക്കിയിട്ടാണ് ഞാൻ അന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം സെലക്ട് ചെയ്തു. പിന്നെന്താണ് പ്രോബ്ലംസ് എടുത്തു. ഹിന്ദി അതേപോലെ ലാംഗ്വേജ് കുറച്ച് നല്ല രീതിയിൽ നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ വന്നു. എന്നാലും നമ്മൾ അത് ട്രെയിൻ ചെയ്യിച്ചു. ആ ഒരു കുട്ടീനെ ആ ഒരു എക്സാം പാസ് ഔട്ട് ആക്കി. SSLC പാസ്സായി. ആ കുട്ടിക്ക് ഈ ഒരു അവസ്ഥ വന്നെന്ന് വെച്ചാല് പാരന്റ്സിന്റെ അടുത്ത് ടീച്ചേഴ്സ് പറഞ്ഞു എന്ന് ആ കുട്ടീനെ എന്താണ് ഡിസേർവ്ഡ് കാറ്റഗറി ഉണ്ടല്ലോ, സ്ക്രൈബ് നമ്മൾ പറയും, സ്ക്രൈബ് എഴുതിക്കണമെന്ന് പാരന്റ്സ് പറഞ്ഞു. ആരെങ്കിലും എഴുതി കൊടുത്തിട്ട് നമ്മൾ എക്സാം എഴുതുന്ന ഒരു രീതി. ആ പഠിച്ചതൊരു 7 സ്കൂളിലായിരുന്നേ. അപ്പോ സ്ക്രൈബ് എഴുതിക്കണം എന്ന് പറഞ്ഞപ്പോ ആ പാരന്റ്സിന് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് പറഞ്ഞ് എന്റെ അടുത്ത് വരുന്നത്. ഞാൻ നല്ല രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രെയിൻ ചെയ്യിച്ചു. അത് കഴിഞ്ഞ് +2 അഡ്മിഷൻ കിട്ടിയിട്ട് ഈ കുട്ടിക്ക് കൊമേഴ്സാ കിട്ടിയത്. അത് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് വന്നു, ഇങ്ങനെ എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് വന്നു. ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അത്രയും ആ ഒരു ഇത് ഉണ്ടായിരുന്നില്ല ഈ കുട്ടിക്ക്. പക്ഷെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഇതില്ല, നോളജ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞു അവരോട്, നിനക്ക് എന്താണോ ഇഷ്ടം അത് നീ ചെയ്യാൻ. അപ്പൊ നമ്മൾ കമ്പൽ ചെയ്ത് പഠിപ്പിക്കുമ്പോ അവൻ ആ ഒരു എന്താ പറയുക പ്രശ്നവും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിനക്ക് എന്താ ഇഷ്ടം, നിനക്ക് എങ്ങനെ പോകണമെന്നാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞപ്പോ അവന് പറഞ്ഞു അവന് പെറ്റ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെറ്റ്സിനെയും കാര്യങ്ങൾ നോക്കാനും പെറ്റ്സ് ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അത് കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യാൻ താല്പര്യമുണ്ടാണ്. അപ്പൊ ഞാൻ 10th ഇത് തുടങ്ങിയ സമയത്ത് തന്നെ വെച്ചിട്ട് 2 മാസം ഞാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പാരന്റ്സിനോട് പറഞ്ഞു അവന് ഈ ഒരു ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അവനെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം അവൻ ആ 10th അവൻ എഫേർട്ട് ഇട്ടിട്ടാണ് ആ ഒരു രീതിയിൽ ഇതായി വന്നത്. അപ്പൊ ഇത് അവനെ റിലേറ്റ് ചെയ്യുന്ന അവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു ഫീൽഡ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അവനിപ്പോ നല്ല രീതിയിൽ പെറ്റ് ഗ്രൂമിങ് കാര്യങ്ങളൊക്കെ സർവീസ് ആയിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുക. പുറത്തൊക്കെ പോയി ഇങ്ങനെ പെറ്റ് ഗ്രൂമിങ്ങും അങ്ങനെ ചെയ്യുന്ന ഒരു സർവീസ് പോലെ സ്വയം ഓൺ, ആദ്യം ഒരാളുടെ ഒപ്പമായിരുന്നു, ഇപ്പൊ ഓൺ സ്വയം ചെയ്യാണ്. നമ്മള് കുട്ടികളിൽ പല ടൈപ്സ് ഓഫ് ഡീവിയേഷൻസ് ഉണ്ട്. എനിക്ക് ഈ കുട്ടീനെ തോന്നുന്നു അറ്റാച്ച്മെന്റ് ആയിരുന്നു ഈ കുട്ടിയിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. മൂത്താള് കഴിഞ്ഞിട്ട് കുറെ നാള് കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഈ കുട്ടി ജനിക്കുന്നത്. ഞാൻ നോക്കിയപ്പോ അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച് ആണ്. ഏത് കാര്യത്തിനും അമ്മ തന്നെ വേണം. എനിക്ക് തോന്നുന്നു സംസാരിച്ചപ്പോ ഒരു 6-7 ക്ലാസ് വരെയും അമ്മയായിരുന്നു ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കുന്നത്. അപ്പോഴും ഇവർക്ക് അറിയാമായിരുന്നു, ക്ലാസ്സിൽ ഇരുന്ന് കരയായിരുന്നു. അവന് ഒരു കാര്യം ഒറ്റയ്ക്ക് ചെയ്യിക്കാനായിട്ടൊന്നും അമ്മ വിടില്ലായിരുന്നു. എല്ലാ കാര്യം ചെയ്തു കൊടുക്കും. അങ്ങനെ ഓവറായിട്ട് അറ്റാച്ച് ആക്കി അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പോ അതൊരു ഡീവിയേഷൻ ആയിരുന്നു അവനിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആൾ ഓക്കെയാണ്. നമുക്ക് ഈ നോർമൽ വർക്കിംഗ് എൻവയോൺമെന്റ് നോർമൽ സ്കൂളിലാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഡീവിയേറ്റഡ് ചിൽഡ്രൻസിനെ നമുക്ക് നോട്ട് ചെയ്യാനും അവർക്ക് വേണ്ട സ്പെഷ്യൽ കെയറും അറ്റൻഷനും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോ അന്ന് മിസ് പറഞ്ഞ പോലത്തെ ഒരു കുട്ടിയാണല്ലോ ഇത്, അല്ലെങ്കിൽ ഇവരിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, ഇവർ ഓക്കെ ആണോ, നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഓൺ ഫീലിംഗ്. ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഞാനിപ്പോ പഠിപ്പിച്ച കുട്ടികളിൽ എനിക്ക് ആ ഫീൽ വന്നല്ലോ. അപ്പൊ അത് എന്തായാലും തോന്നും. കുട്ടികളെ നമ്മൾ കാണുമ്പോൾ സ്പെഷ്യൽ ആണ്.
ബ്രൈറ്റ് ചിൽഡ്രൻ ആയിട്ട് നമുക്ക് തോന്നും. ചില കുട്ടികൾ വേഗം വേഗം പ്രോബ്ലം ചെയ്യും, വേഗം വേഗം പ്രോബ്ലംസും കാര്യങ്ങളും വർക്കും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യും. നോർമൽ ആയിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വേഗം വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ വീണ്ടും വീണ്ടും വർക്ക് കൊടുക്കാം. കാരണം ഇവര് വർക്ക് ചെയ്തിട്ട് ബാക്കി കുട്ടികൾ ചെയ്യൂല, ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് സ്വപ്നം കാണും. അങ്ങനെയുള്ള കുട്ടികളെ എനിക്കറിയാം. അപ്പൊ ഞാൻ ഇവർക്ക് മാക്സിമം കൂടുതൽ വർക്ക് ഇട്ട് കൊടുക്കും. സാധാരണ ഉള്ള നോർമൽ ആയിട്ടുള്ള സാധാരണ കുട്ടികൾക്ക് ഞാൻ എന്ത് ചെയ്യും, പതുക്കെ അവർ വർക്ക് ചെയ്ത് ഫീൽഡ് ചെയ്ത് വരുന്ന സമയം വരെ വെയിറ്റ് ചെയ്യും. ഇവന് ആ കുട്ടിക്ക് എനിക്ക് കൂടുതൽ വർക്ക് കൊടുക്കും. അവനത് വർക്ക് ചെയ്തോട്ടെ, അവന്റെ ഡിവിയേഷനിലേക്ക് അവൻ പോവില്ല, സ്വപ്ന ലോകത്തേക്ക് പോവില്ല. അത്രയും നേരം തന്നെ അവന് വർക്കായിട്ട് ഇരുന്നോളും. മനസ്സിലായോ? സൈക്കിക് ബാരിയർ ആണ് നമ്മൾ ഈ പറഞ്ഞത്. ദിസ് വെൻ എ ചൈൽഡ് ഓക്കെ സോറി സൈക്കിക് ഫ്യൂഗ് അല്ലെ. ഇനി അടുത്തൊരു ബാരിയർ ആണ് സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. സൈക്കിക് ഫ്യൂഗ് പോലെ തന്നെ അതിന്റെ ഒരു അടുത്തൊരു സ്റ്റെപ്പ് അല്ല, ഏകദേശം സെയിം ആണ് സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും. ഇവിടെ കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാരിയർ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യും. അവരുടെ മനസ്സിൽ റിയൽ വേൾഡും ഫാന്റസി വേൾഡും തമ്മിൽ ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്തിട്ട് അവർ എപ്പോഴൊക്കെയാണോ റിയൽ വേൾഡിൽ എന്ത് സംഭവിക്കുന്നത്, ഡിസപ്പോയിന്റ്മെന്റ് സംഭവിക്കുന്നത്, ആ സമയത്ത് അവൻ ആ റിയൽ വേൾഡിൽ നിന്ന് ഈ ഒരു ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ചെയ്യും. റൈറ്റ് ടൈമിൽ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുട്ടിയുടെ പേഴ്സണാലിറ്റി നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു എക്സാമ്പിൾ പോലെ ഞാൻ പറയാം. ഒരു കുട്ടി എന്ന് പറയുന്നത് അവൻ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, നന്നായിട്ട് പഠിക്കും, ബ്രൈറ്റ് ചിൽഡ്രൻ പോലെയാണ്, നന്നായിട്ട് പഠിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല കുട്ടിയൊക്കെയാണ്. പക്ഷേ അവന് ഈ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, സൈക്കിക് ബാരിയർ. അവൻ അമ്മ ചെറുപ്പത്തിലെ മരിച്ചു പോയതാണ്. അപ്പോ അച്ഛൻ വേറെ മാരേജ് ഒന്നും ചെയ്തിട്ടില്ല. എന്നാലും ഇവനോട് അച്ഛൻ അധികം സ്നേഹവും കെയറും കാര്യങ്ങളും ഒന്നും കാണിക്കുന്നില്ല. ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. ഗ്രാൻഡ് പാരന്റ്സ് ആണ് കുട്ടീനെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത്. അച്ഛന് അമ്മ മരിച്ചതോടുകൂടി ഇവനിൽ നിന്നും കുറച്ചും കൂടി അകന്നു, കുറച്ചും കൂടി ഉൾവലിഞ്ഞ ഒരു പ്രകൃതി വർക്കിന് പോകുന്നു, വർക്കയിൽ വരുന്നു, ഇങ്ങനെ അധികം ശ്രദ്ധിക്കാണ്ടേക്ക് വന്നു. അപ്പൊ ഇവനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ കെയറും ലവും ഒന്നും അവനെ റിയൽ വേൾഡിൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്തു, അവന്റേതായ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അവന്റെ അച്ഛനവനെ ഇഷ്ടപ്പെടുന്നതായിട്ടും അവൻ ഓരോ വർക്കും ചെയ്യുമ്പോൾ ഇവൻ നല്ല മിടുക്കനാന്ന് ഞാൻ പറഞ്ഞില്ലേ, പഠിക്കുകയൊക്കെ ചെയ്യും, നന്നായിട്ട് പഠിക്കും, ക്ലാസ് ഫസ്റ്റ് ഒക്കെയാണ്. അപ്പൊ ഈ ഓരോ പ്രാവശ്യം ഈ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അച്ഛൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അച്ഛൻ ജസ്റ്റ് നല്ലതാണ് അങ്ങനെ പോയിക്കോട്ടെ എന്ന് പറയും. അല്ലാതെ അവൻ വിചാരിക്കുന്ന പോലെ ഒരു കെയറോ അറ്റൻഷനോ അച്ഛന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നില്ല. എന്നാലും ഈ കുട്ടി ആ ഒരു വിഷമോ അതൊന്നും ഉണ്ടാവില്ല. ചില കുട്ടികൾ ഡിഗ്രിയിൽ തന്നെ തോന്നും. പക്ഷെ ഇവൻ വീണ്ടും പ്രേരിപ്പിക്കും, ഫസ്റ്റ് ആവാൻ നോക്കും, എല്ലാ കാര്യത്തിലും ഫസ്റ്റ് ആവാനൊക്കെ നോക്കും. അപ്പൊ അങ്ങനെയാണ് എന്ന് വെച്ചാൽ അവന് അച്ഛന്റെ അറ്റൻഷനും കെയറും കിട്ടാൻ വേണ്ടിയിട്ട് അവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് നാളിങ്ങനെ ആഗ്രഹിച്ചിട്ട് ഈ ഒരു കെയർ അറ്റൻഷനും കിട്ടാതെ വന്നപ്പോ ഈ കുട്ടിയിൽ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. പെട്ടെന്നാണ് ഈ ഭയങ്കര ആക്റ്റീവ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകും. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡിപ്രഷനിലേക്ക് പോയപ്പോ ഈ കുട്ടീനെ കൗൺസിലിംഗ് ചെയ്തു. കൗൺസിലിംഗ് ചെയ്തപ്പോഴാണ് പറഞ്ഞത് എന്താണ് പ്രശ്നം എന്ന് ഐഡന്റിഫൈ ചെയ്യണമല്ലോ. പണ്ട് എല്ലാവരോടും നന്നായിട്ട് സംസാരിച്ചിരുന്ന കുട്ടി മിണ്ടാതെയായി, വർത്തമാനം പറയുന്നില്ല, പഠിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ക്ലാസ്സിൽ വരുമ്പോ സ്വപ്ന ലോകത്താണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അപ്പൊ അങ്ങനെ പതിയെ പതിയെ ഇത് ഡിപ്രഷനാണെന്ന് മനസ്സിലാക്കി കൗൺസിലിംഗ് ചെയ്തു. അവിടെ ഒരു എന്താ പറയാ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളാണ്. അവിടെ കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്. അപ്പോ കൗൺസിലർ വരുന്ന ദിവസം കൗൺസിലിംഗ് ഒക്കെ ചെയ്തപ്പോ മനസ്സിലായി കുട്ടീനോട് ആ ഒരു കെയറും ആറ്റിറ്റ്യൂഡിന്റെയും ആണ് പ്രശ്നം. അപ്പോ അച്ഛനെ വിളിപ്പിച്ചു, കാര്യങ്ങൾ പറഞ്ഞു, അതൊരു പരിധിവരെ ഓവർകം ചെയ്തു. കുഴപ്പമൊന്നുമില്ല, അവനും ഇപ്പോഴും ആ പഠിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ പണ്ടൊന്നും ഉഴപ്പെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികള് പഠിക്കുന്നതിൽ നിന്ന് ഉഴപ്പുന്ന സമയത്ത് നമ്മൾ പറയില്ല കുട്ടി പഠിക്കുന്നില്ല, അത് ഉഴപ്പുന്നുണ്ട്, അത് എന്താണ് അവൻ പഠിക്കാത്ത എന്താന്നൊക്കെ ചോദിക്കും. നമ്മൾ അങ്ങനെ ചോദിക്കില്ല, അതിന് എന്താണ് കാരണം എന്നുണ്ടാവും അല്ലെ. കാരണം ഇല്ലാണ്ട് എന്തായാലും കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് ഉഴപ്പോ അല്ലെങ്കിൽ എന്താ പറയാ പഠിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പൊ നമ്മൾ അതിന് എന്താണോ റീസൺ ഐഡന്റിഫൈ ചെയ്യും, അത് സോൾവ് ചെയ്യുമാണ് വേണ്ടത്. മനസ്സിലായോ? ഓക്കെ. അപ്പോ നമ്മള് ഈ ഒരു സൈക്കിക് ബാരിയറിലേക്ക് വരാം. അത് എക്സാമ്പിൾ അതവിടെ ഇട്ടേ. സൈക്കിക് ബാരിയറിലേക്ക് വരുമ്പോ കുട്ടികളുടെ റിയൽ വേൾഡും അവരുടെ റിയൽ വേൾഡ് ഒരു ഫാന്റസി വേൾഡ് അവർ മനസ്സിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാന്റസി വേൾഡും തമ്മിൽ ഒരു ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. തടസ്സം എന്ന് പറയുമ്പോൾ ഒരു മതിൽ ക്രിയേറ്റ് ചെയ്യും, മതിൽ എന്ന് വിചാരിക്കും, മതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോ കുട്ടികൾ എന്തെല്ലാം എന്തെങ്കിലും കാര്യത്തിൽ ഡിസപ്പോയിന്റ്മെന്റ് ആവുമ്പോൾ, റിയൽ വേൾഡിൽ എന്തെങ്കിലും കാര്യത്തിൽ അവർക്ക് ഡിസപ്പോയിന്റ്മെന്റ് വരുമ്പോൾ എസ്കേപ്സ് ടു ഫാന്റസി വേൾഡ്, ഫാന്റസി വേൾഡിലേക്ക് എസ്കേപ്പ് ആവും. ഓക്കെ, എന്നിട്ട് ആ ഫാന്റസി വേൾഡിൽ അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നതായിട്ട് അവർ ഹാപ്പി ആവുന്നതായിട്ടൊക്കെ അവർ എന്ത് ചെയ്യും, ഇമാജിൻ ചെയ്യും. ഭയങ്കര സന്തോഷത്തോടു കൂടി അച്ഛൻ, ഇപ്പൊ ഞാൻ ആ കുട്ടിയുടെ എക്സാമ്പിൾ പറഞ്ഞു, അച്ഛൻ അവനെ കെയർ ചെയ്യുന്നതായിട്ട് പുറത്ത് കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ട് അവൻ സ്വപ്നം കാണാറുണ്ടെന്നാണ് അവൻ പറയുന്നത്. അവൻ, നമ്മൾ പറയില്ലേ പകൽക്കിനാവുകൾ കാണാന്ന്, ചെയ്യാറുണ്ടോ അങ്ങനെ? ചെയ്തിട്ടുണ്ടോ ചെറുപ്പത്തില്? കണ്ണൊക്കെ തുറന്ന് കിടന്ന് സ്വപ്നം കാണുന്നത്? എല്ലാവരും ഉണ്ടല്ലോ, കൂടെ വരുന്നുണ്ട്. അതൊക്കെ ഡീവിയേഷൻ ഉണ്ടോ? ഓക്കെ, നമ്മളൊരു പരിധി വരെ അങ്ങനെ നമ്മൾ ഇമാജിൻ ചെയ്യാറുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഓവർ ഇമാജിനിങ് അതൊരു പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ചാണ് ഓവർ ഇമാജിനിങ് ആണ്. ഭയങ്കരമായിട്ട് ഓവറായിട്ട് ഇമാജിൻ ചെയ്ത് കൂട്ടും, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ സൈക്കിക് ബാരിയർ എന്ന് പറയുന്നതാണ് ഈ ഒരു ഡീവിയേഷൻ. നമുക്ക് നോക്കാം. This is when the child erects a barrier between him and the world. അവനും അവന്റെ ഒരു റിയൽ വേൾഡ് ആയിട്ട് ഒരു ബാരിയർ, ഒരു തടസ്സം ക്രിയേറ്റ് ചെയ്യുന്നു. The child feels so disappointed in the way he has been treated. അവൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് അത് അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. The child goes from the fantasy world to the rejection of the റിയൽ വേൾഡ്. അവൻ എന്തുകൊണ്ടാണ് ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്? അവന്റെ റിയൽ വേൾഡ് റിജക്ഷൻ സംഭവിക്കുമ്പോഴാണ് അവൻ ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. ആൻഡ് പ്ലേസ് ഒബ്സ്റ്റക്കിൾസ് അഗെയിൻസ്റ്റ് ഹിസ് എൻവയോൺമെന്റ്. എന്നിട്ട് അവനൊരു തടസ്സം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. മറ്റാർക്കും അതിലേക്ക് എൻ്റർ ആവാൻ പറ്റാത്ത രീതിയിലൊരു തടസ്സം ക്രിയേറ്റ് ചെയ്ത് വെക്കും. ഇഫ് ഹി ഡസ് നോട്ട് ഗെറ്റ് ഹെൽപ്പ് അറ്റ് റൈറ്റ് ടൈം, കറക്റ്റ് ടൈമിൽ അത് കണ്ടെത്താൻ പറ്റിയില്ല, കറക്റ്റ് ടൈമിൽ ഹെൽപ്പ് കിട്ടിയില്ല എങ്കിൽ ഹിസ് പേഴ്സണാലിറ്റി വിൽ ബി റിട്രേഡ്. അവരുടെ പേഴ്സണാലിറ്റി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? റിട്രൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മന്ദഗതികളെ നെഗറ്റീവ് പേഴ്സണാലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പൊ ഒരുപാട് നാള് ലവും അഫക്ഷനും കെയറും ഒന്നും കിട്ടാതെ ഒരു വളർന്നു വരുന്ന കുട്ടിയുടെ ക്യാരക്ടർ നെഗറ്റീവ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോ നമ്മളുടെ കുട്ടികളെ നമ്മൾ കെയറും അറ്റൻഷനും ലവും ഒക്കെ കൊടുത്ത് തന്നെ വളർത്തണം. അത് പ്രകടിപ്പിക്കുക തന്നെ വേണം. നമ്മള് മനസ്സിൽ ഇഷ്ടമുണ്ട്, മനസ്സിൽ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. ഓക്കെ, ചെയ്യില്ലേ? ഇന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഒരു 3-3:30 ആവുമ്പോ വീട്ടിലേക്ക് കുട്ടികൾ വരും. അപ്പൊ അവർ വരുമ്പോ തന്നെ അവരെടുക്കുക, അവരെ കെയർ ചെയ്യുക, ഇന്ന് എന്തൊക്കെ നടന്നിരിക്കുന്നേ, എന്തൊക്കെ ഉണ്ടായിരുന്ന വിശേഷങ്ങൾ, അപ്പൊ ഒരു ലിസ്റ്റ് ഓഫ് വിശേഷങ്ങൾ പറയാൻ അവർക്കുണ്ടാവും. അതൊക്കെ കേൾക്കുക, അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാം. കാരണം എന്താണെന്നറിയാമോ, ഒരു 3-4 മാസം കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യും. എല്ലാവരും മിക്കവരും പ്ലേസ്ഡ് ആവും. പിന്നെ നമുക്ക് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് എന്താ പറയാ, കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ കുട്ടികളോടൊപ്പമുള്ള ടൈം എൻജോയ് ചെയ്യുക, അവരോടൊപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. സൈക്കിക് ബാരിയർ ഒന്ന് റീഡ് ചെയ്യോ?
റീഡ് ചെയ്തോ എല്ലാവരും? മാം ഈ രണ്ട് കണ്ടീഷനിലും ഫാന്റസി വേൾഡിലേക്ക് പോകുന്നതല്ലേ മാം? അതെ, രണ്ടും ഫാന്റസി. ഓക്കെ, രണ്ടും ഏകദേശം സെയിം ആണ്. സൈക്കിക് ഫ്യൂഗും സൈക്കിക് ബാരിയറും. അതിൽ കുറച്ച് വ്യത്യാസമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സൈക്കിക് ഫ്യൂഗ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഞാൻ ആ കുട്ടിയുടെ കേസ് പറഞ്ഞില്ലേ, കുഞ്ഞുട്ടിന്റെ ഒക്കെ കാര്യം, അവരുടെ സംസാരത്തിന്റെ ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സൈക്കിക് ബാരിയർ നമുക്ക് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, കാരണം അവരെ കാണുമ്പോൾ നമുക്ക് ഒരു ഡീവിയേഷൻ ഉള്ള പോലെ തോന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടി നല്ല മിടുക്കനാണ്, നന്നായിട്ട് പഠിക്കും, എല്ലാ കാര്യത്തിലും അവൻ ഫസ്റ്റ് ആണ്. പക്ഷെ അവനിലുണ്ടായിരുന്നു ആ സൈക്കിക് ബാരിയർ എന്ന് പറയുന്നത്. പെട്ടെന്നാണ് ആ ഡിപ്രഷനിലേക്ക് വന്നത്. നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേജ് ആണ്, നമുക്കത് കടന്നു വന്നവർക്ക് അതിന്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. കാരണം ഡിപ്രഷൻ സ്റ്റേജിലേക്ക് ആ ഒരു ഏജിൽ ആ കുട്ടി പോവാന്ന് പറയുന്നത് സൈക്കിക് ബാരിയർ ഈവൻ ടീച്ചേഴ്സിനോ അല്ലെങ്കിൽ പാരന്റിനോ പോലും അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് ഭയങ്കര കുറച്ച് എന്താ പറയുക, പെട്ടെന്ന് കുട്ടിയുടെ ക്യാരക്ടറിൽ പേഴ്സണാലിറ്റി തന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ചേഞ്ചസും കാര്യങ്ങളൊക്കെ സംഭവിക്കും. സൈക്കിക് ബാരിയർ ഇത്തിരി ഏകദേശം സെയിം ആണ്, എന്നാൽ ചെറിയ മാറ്റങ്ങൾ രണ്ടും തമ്മിലുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡീവിയേഷൻ അറ്റാച്ച്മെന്റ് ആണ്. ഇതിന് അറ്റാച്ച്മെന്റിന് റീസൺ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള ഒരാള് അമ്മമാരാണ് കേട്ടോ. കുട്ടീനെ ഓവർ അറ്റാച്ച് ആയിട്ട് വളർത്തുന്നത് ആരാന്നറിയാമോ? പാരന്റ്. മെയിൻ ആയിട്ട് അമ്മമാരാണ്. നമുക്ക് സ്നേഹമുണ്ട്, കെയർ ഉണ്ട്, ഒക്കെ ഉണ്ട്, ലവും അഫക്ഷനും പ്രകടിപ്പിക്കണം എന്നല്ലേ പറഞ്ഞത്, അത് പ്രകടിപ്പിക്കണം. പക്ഷെ ഓവർ അറ്റാച്ച്മെന്റ് ആവാൻ പാടില്ല. എല്ലാ കാര്യവും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല. ഒന്നും നമ്മൾ കുട്ടീനെ കൊണ്ട് ചെയ്യിക്കാണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ അവന് ചെയ്തു കൊടുക്കുമ്പോൾ അവന് ഇൻഡിപെൻഡന്റ് ആവാനായിട്ടുള്ള ആ ഒരു ഇൻഡിപെൻഡന്റ് ആക്കുകയല്ല ചെയ്യുന്നത്, നമ്മൾ ഡിപെൻഡന്റ് ആക്കുകയാണ് അവന് ചെയ്യുന്നത്. അപ്പൊ നമ്മള് മാക്സിമം എന്താണ് കുട്ടികൾക്ക് ലവും അഫക്ഷനും ഒക്കെ കൊടുക്കാം, അറ്റാച്ച് ആക്കാതിരിക്കാൻ നോക്കുക, ഇൻഡിപെൻഡന്റ് ആക്കുക. അവരെ കൊണ്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ ചെയ്യിച്ച് അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഓൺ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, സ്നേഹവും കെയറും ഒക്കെ വേണം, ലവും അഫക്ഷനും ഒക്കെ വേണം. അതെല്ലാം ഞാൻ ഈ പറയുന്നത് ചില കുട്ടികളില്ലേ എന്താ പറയാ, ഭയങ്കരമായിട്ട് അറ്റാച്ച് ആയിട്ട് പാരന്റ്സ് വളർത്തും, എവിടെയും വിടില്ല, എല്ലാ കാര്യവും പാരന്റ് ചെയ്തു കൊടുത്ത് കുട്ടീനെ ഭയങ്കര ദോഷമാക്കും. ഇതൊക്കെ ആൺകുട്ടിക്കാണ് മെയിൻ ആയിട്ട്. നമ്മുടെ നാട്ടില് കേരളത്തിലൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ആൺകുട്ടികളെയാണ് ഈ ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് വളർത്തുന്നത്, അല്ലെ? തോന്നിയിട്ടുണ്ടോ? ഓക്കെ, ഓവർ അറ്റാച്ച്ഡ് ആയിട്ട് വളർത്തുന്നവരാണ് ആൺകുട്ടികളെയാണ്. സോ എന്താണ് ഈ ഇങ്ങനെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി ആ കുട്ടി ഭയങ്കര ഇൻഡിപെൻഡന്റ് ആയിരിക്കും, എല്ലാ കാര്യം സ്വയം ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. ഈ കുട്ടി ഈ ഒരു ഓവർ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആള് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറയുമ്പോൾ അവിടെ ഫാമിലി പ്രോബ്ലംസ് വരും, അമ്മ ഇടപെടും, തർക്കങ്ങൾ സംഭവിക്കുന്നു നമ്മൾ കേൾക്കാറില്ലേ? ഈ കുറെ ഡിവോഴ്സിനൊക്കെ കാരണം ഈ ഓവർ അറ്റാച്ച്മെന്റ് ആണ്. അമ്മേനോട് എല്ലാ കാര്യവും പറയുന്നു, അമ്മനെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും അമ്മനെ കൊണ്ട് ഓരോ ഡിസിഷൻസ് എടുക്കുന്നതൊക്കെ ഈ ഓവർ അറ്റാച്ച്മെന്റ് പ്രോബ്ലം ആണ്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. Thank you so much, ma'am. സൈൻ ഔട്ട് പറഞ്ഞു. Thank you, ma'am. Thank you, ma'am.